ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാനഡയിലെ ഒരു മാള് വിസിറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെ ഒരു മാളാണിത്. അപ്പോൾ അടിപൊളി ഒരു മാളാണ്, നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിൽ നമ്മുടെ ലുലു മാളൊക്കെ പോലെ തന്നെ പല വെറൈറ്റി ഡ്രസ്സസിൻ്റെയാണ് കൂടുതലും ഇവിടെ വന്നേക്കണത്. ഷോറൂമുകൾ ഡ്രസ്സുകളാണ് അധികവും ഉള്ളത്. പിന്നെ ഇവിടെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ കിഡ്സിൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ മൾട്ടി കളറായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അല്ല ഇവിടെ അധികവും ആൾക്കാർ ഉപയോഗിക്കണത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ കാണാം അധികം ബ്ലാക്ക്, വൈറ്റ്, ആഷ് കളറ്, പിന്നെ ബ്ലൂ കളറ്, പിന്നെ ലാവൻഡറിൻ്റെ തന്നെ ലൈറ്റ്, അങ്ങനെയാണ്. പിന്നെ ഒരു ബ്രൗൺ കളർ, അങ്ങനെയൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് കൂടുതൽ. പച്ച ചുമപ്പൊക്കെ കുറവാണ് ഭയങ്കര. പക്ഷെ അതിൽ തന്നെ നല്ല ലൈറ്റ് കളറാകുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ അധികവും ഡ്രസ്സസിൻ്റെയാണ് ഈ ഷോറൂമിൽ കാണുന്നത് മുഴുവനും. അപ്പം ഞങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാനൊന്നും അല്ല പോയത്. ഞങ്ങൾ ഈ മാളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു രാത്രി ഡിന്നറും കൂടി കഴിച്ചിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ. ലുലു മാളിലേക്ക് പോലെ തന്നെ ഭയങ്കര വിശാലമായിട്ടുള്ള ഫുഡ് കോർട്ടൊക്കെയാണ്. പിന്നെ നമ്മളവിടുത്തെ പോലെ ബിരിയാണിയോ മന്തിയോ അതൊന്നും കിട്ടില്ല. ഇവിടെ ചിക്കൻ നൂഡിൽസ് അങ്ങനെയുള്ള പാശ്ചാത്യ ഫുഡുകളൊക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ രാത്രി ഡിന്നറും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വൈകിട്ട് ഈ മാളൊന്ന് സന്ദർശിക്കാൻ വന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ് മാള്. അതുപോലെ എപ്പോഴും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ സ്റ്റാഫുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും ഓരോരോ സൈഡുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. തന്നെ പൊടിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാവരും തിരക്കിട്ട് വന്ന് ഓരോരുടെ ഡ്രസ്സ് എടുത്ത് പോകുന്നു. എവിടെയും തിക്കും തിരക്കൊന്നുമില്ല. ആൾക്കാർ ഒന്നിച്ചു കൂടി നിൽക്കണതോ അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ഡ്രസ്സുകൾ ഒരെണ്ണായാലും രണ്ടെണ്ണായാലും എടുത്തിട്ട് അപ്പം തന്നെ എല്ലാവരും മടങ്ങുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കൊന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നൊരു മാളാണ്. അപ്പം അത് ഈ വിശാലമായിട്ടുള്ളതാണ്. പിന്നെ കിച്ചൺ ഐറ്റംസ് അങ്ങനെ നമ്മുടെ പലചരക്ക് സാധനങ്ങൾ ഈ ലുലു മാളിലൊക്കെ സ്റ്റോറിലുള്ള പോലെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഇവിടെ അധികവും ഡ്രസ്സിൻ്റെയും ഷൂവുകൾ, പിന്നെ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഒരു കട മാത്രമേ ഉള്ളൂ പാത്രങ്ങളൊക്കെ ഉള്ള കടകൾ. അപ്പോൾ അതൊക്കെ നല്ല കട്ടിയുള്ള കനമുള്ള നല്ല പാത്രങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ഷോറൂമും ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കടകളിൽ മാത്രമേ ഞങ്ങൾ കയറിയിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല റേറ്റും ഉണ്ട്. $75 ഒക്കെയാണ് ഓരോ ടോപ്പിനൊക്കെ വില നോക്കിയപ്പോൾ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ വിലയും ഇവിടുത്തെ വിലയും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അതിന് സാലറിക്കൊക്കെ ഇവിടെ ഭയങ്കര വ്യത്യാസമാണല്ലോ. അവിടത്തേലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെയാണ് ഇവിടെ സാലറി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾക്ക് വില കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ വാടക, റെൻ്റായാലും നമ്മൾ വാങ്ങിക്കണ വീടുകൾക്കൊക്കെ ആയാലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ വില കൂടുതലുമാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ നാട്ടിലെ വിലയും ഇവിടുത്തെ റേറ്റും നോക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഷോറൂമിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ സീസണിൽ തണുപ്പൊന്നുമില്ല, അധികം ഒട്ടും തണുപ്പില്ല. നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. വെയിലാണെങ്കിൽ നല്ല ചൂടുള്ള വെയിലാണ്. പക്ഷേ നമുക്കത് വെയിൽ കൊള്ളുമ്പോഴായാലും നാട്ടിലെ പോലെ ഭയങ്കര ചൂടെടുക്കലോ വേർപ്പൊന്നുമില്ല. നല്ല സുഖമാണ് വെയിൽ കൊള്ളുമ്പോൾ. അപ്പം മൊത്തത്തിലൊരു കൂളിങ് കാലാവസ്ഥയാണല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ വിയർപ്പോ അങ്ങനെയുള്ള വെയിലിൻ്റെ ചൂടായിട്ടുള്ള റാഷസോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ മാളിൽ AC ആയ കാരണം ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്നേക്കണത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തണുപ്പ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിറക്കൽ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ട് സേഫായിട്ടാണ് തന്നെ വന്നേക്കണത്. എൻ്റെ ഇതൊക്കെ ഷൂവിൻ്റെ കടകളാണ്. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ മാറിയിട്ടുള്ള കടകളുണ്ട്. ഇവിടെയൊക്കെ ഷൂകളാണല്ലോ. നമ്മൾ ചെരുപ്പ് അവിടെ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ എപ്പോഴും പുറത്തിറങ്ങിയാൽ ഷൂ തന്നെ ഇടണം. പിന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ സാധാരണ നോർമൽ ചപ്പലിടും. പുറത്തേക്ക് നമ്മൾ നടക്കാനിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴായാലും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ആയാലും നമ്മൾ ഷൂകൾ ഇട്ടിട്ട് തന്നെയാണ് പോണത്.
പിന്നെ ഡ്രസ്സുകളായാലും ഇവർ ലേഡീസൊക്കെ ആയാലും ട്രൗസറും നിക്കറൊക്കെയാണ് ഇട്ടുകൊണ്ട് പോണത്. പക്ഷെ അതൊന്നും ഒരു കുഴപ്പവുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും നോക്കിയൊക്കെ പോകും. ഇവിടെ പിന്നെ എല്ലാവരും അത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആരും മറ്റുള്ളവരെ നോക്കിയോ അങ്ങനെ ഇതെന്താന്നുള്ള മട്ടിൽ ഒളിഞ്ഞു നോക്കിയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സിങ് ചെയ്യണം. അവർ കോൺഫിഡൻ്റായിട്ട് പോണ്. അപ്പോൾ വളരെയധികം നല്ലൊരു രീതിയായിട്ടാണ് എനിക്കതൊക്കെ തോന്നിയത്. ആരുടെയും കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുകയുമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവുകയും ചെയ്യാം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ കുറ്റവും കുറവ് കണ്ടുപിടിക്കലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊന്ന് ഈ ഡ്രസ്സുകൾ ഒന്ന് വെറുതെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ നല്ല വിലയുണ്ട് ഇട്ടായിരുന്നു. $75 $100 ഇതിൽ എഴുതിയേക്കണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ സ്കേർട്ടുകളും എന്താ ചെറിയ മിഡി പോലത്തെയൊക്കെ ഐറ്റംസും ഉടുപ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നല്ല വിലയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലുലു മാളിലൊക്കെ പോലെ തന്നെ പല ഐറ്റംസും ഉണ്ട് ഇവിടെ. അപ്പോൾ കാഴ്ചകളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. കുക്കിംഗ് വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.